എന്താ പരിപാടി? നീ കാണില്ലല്ലോ. നമ്മുടെ വെക്കേഷൻ ആണെങ്കിലും കുട്ടികൾക്ക് ബോറടിക്കും അല്ലേ? വെക്കേഷൻ ആണെങ്കിലും ബോറൊക്കെ അടിക്കും. എന്താ വെച്ചാൽ വേദുവിനോട് കളിക്കാൻ ആരുമില്ല. വേദുവിന് പിന്നെ സിബ്ലിങ്സും ഇല്ല അല്ലേ? സിബ്ലിങ്സ് വേണ്ടേ വേദുവിന്? അതാണ്. അപ്പൊ വേദുവിന് ഗോയ്ക്ക് പോയപ്പോ വാങ്ങിച്ച ബുക്കാണ് കേട്ടത്. ഗോയുടെ വ്ളോഗ് ഇതുവരെ ഫുള്ളാക്കിയിട്ടില്ല, പക്ഷെ ബുക്ക് ഏകദേശം ഫുൾ ഓവറായി. അപ്പം വേദുവിന് ആക്ടിങ് പോലെ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ക്രാഫ്റ്റ് ചെയ്യല് അല്ലേ? ഈ വീഡിയോന് 1 million സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ഇതേപോലത്തെ കുറെ ക്രാഫ്റ്റ് ഇനിയും വരുന്നതായിട്ടുണ്ടോ? അപ്പൊ വേദുവിന്റെ ആ ബുക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കൂ ഫ്രണ്ട്സ്. ഇങ്ങനെയാണ് ഓപ്പണിങ്. അപ്പൊ ആദ്യം ഞാൻ വരച്ചതാണ് ഇതേപോലത്തെ ഒരു വീടാണ്. ഗാർഡനിലേക്ക് ഇറങ്ങിയുള്ള വഴി കാണാൻ പറ്റും. ഇരുട്ടൊരു സന്ധ്യ പോലുള്ളതാണ്. ഞാൻ വരച്ചതാണ് ഊഞ്ഞാല്, ഞങ്ങൾ വെള്ളമൊക്കെ പിന്നെ ആഘോഷം സന്ധ്യ മരം ഊഞ്ഞാൽ വെള്ളം റെയിൻബോ രാവിലെയാണ് പിന്നെ കാക്കാരൊക്കെ കാണാം സൂര്യാണ്. കഴിഞ്ഞിട്ട് പിന്നെ ജങ്ക് ഫുഡ്സ് പീറ്റ്സ് അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളാണ്. പിന്നെ ഭൂമിനെ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ഓരോ പിന്നെ എന്താ വരച്ചത് ഒരു കേക്കാണ് മനസ്സിലാവില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഉഴപ്പി വരച്ചതാണ്. പിന്നെ അത് ഇന്ത്യൻ ഫ്ലാഗ് നമുക്ക് പിന്നെ ഭൂമിയിലുണ്ട്. ഒരു പെൺകുട്ടി നമ്മൾ വരച്ച് കേട്ടോ. ഒരു പെൺകുട്ടി ബാക്കിയുള്ള പെയിന്റ് ഒക്കെ കൊടുത്തത് ഞാനാണ്. പെയിന്റ് കൊടുക്കുമ്പോൾ ഇതിന്റെ പരിപാടികളും ഞാനാണ്. ഒരു സന്ധ്യ ഉള്ളത് സന്ധ്യ കൊടുത്തത്. എന്റെ പേര് സന്ധ്യ. എല്ലാ സന്ധ്യയുള്ളൂ. പിന്നെ ബീച്ച് സന്ധ്യ. ഈ സന്ധ്യ അതിനായിട്ടാണ് കോറൽ ഹൗസ് ആണ്. ഇതാണ് അവളുടെ പുതിയ ക്രാഫ്റ്റ്. ഇത് പുരപ്പടിയിലാണ്, മണിപ്പൂരിലാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് ബദാമിന്റെ പിസ്തയുടെ സീഡ്സ് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാർ കൊടുത്താണ്. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യാൻ എന്നോട് ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു കൊടുത്താൽ പിന്നെ അത് എനിക്കുള്ള പണിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ എന്താ കുക്കിംഗ് ഒരു ഐഡിയ എന്താ കുക്കിംഗ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണം. പിന്നെ നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം നോക്കണ്ട. ഈ വീഡിയോ 1 million വ്യൂസും ലൈക്കും ആയി കഴിഞ്ഞാൽ ഇതേപോലത്തെ കുറേ ക്രാഫ്റ്റ് ഐഡിയാസ് ഞാൻ കൊണ്ടുവന്നായിരിക്കും. ഇത് ആദ്യം അപ്പൊ നമുക്ക് ഇതുപോലത്തെ ആർക്കും വേണ്ടെങ്കിലോ? ഞാൻ പറയട്ടെ, വെക്കേഷൻ ആയി കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മളിങ്ങനെ കളിക്കാൻ പോവാം ഫ്രണ്ട്സ്. കുട്ടികളൊക്കെ അടുത്തടുത്ത് കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരോട് കളിക്കാൻ പോവുക, എന്തൊക്കെ കളിക്കുക, സാറ്റ് കളിക്കുക, അങ്ങനെ എന്തൊക്കെ ഓടി കളിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ കുട്ടികളില്ല. ഒന്നാമത് ഞങ്ങളുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് അധികം അടുത്തൊന്നും ആരും ഇല്ലാത്ത ഒരു കാടുപിടിച്ച പ്രദേശമാണ്. അതുകൊണ്ട് ഏതൊരു ഫ്രണ്ട്സ് ഒന്നുമില്ല. പക്ഷെ അമ്മയുടെ വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ പോയി നിൽക്കണില്ല. എനിക്കറിയില്ല എന്താണ് പോയി നിൽക്കണില്ല. അപ്പം അമ്മ ഉള്ളപ്പോൾ പോവും, അമ്മയുടെ കൂടെ പോവും. അവിടെ പോയാലും ഇപ്പോൾ TV കാണലും ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യലും അവൾ സ്വന്തമായിട്ട് സാരി എടുത്ത് കളിക്കല് ഇതൊക്കെ തന്നെയാണ് അവിടെ പരിപാടി. അപ്പം എനിക്കറിയില്ല, ഫ്രണ്ട്സായിട്ട് അധികം മിങ്കിളാവണില്ല, എനിക്കറിയില്ല. പക്ഷെ ഷൂട്ടിനൊക്കെ പോയി അവിടെ ആയിട്ട് എല്ലാവരായിട്ട് മിങ്കിളാവുന്നുണ്ട്. അവിടെ ഫ്രണ്ട്സിൻ്റെ എല്ലാം ഉണ്ട്. പക്ഷേ വീട്ടിലെടുത്തോൾക്ക് ആരും എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവില്ല അവിടെ ഫ്രണ്ട്സായിട്ട് കളിക്കാത്തത്. ആണ് ഇതിൻ്റെ ഇപ്പോഴത്തെ വെക്കേഷനിലെ അവളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അവളുടെ ഫേവറേറ്റ് ഹോബി ഇതാണ് ഇപ്പോൾ അല്ലേ? 1 million പോയിട്ട് ഇവിടെ ഒരു 20K പോലും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ 1 million ഒക്കെ അവളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ അല്ലേ? ഓക്കെ ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, പിന്നെ അടുത്ത് കിടക്കാൻ ബൈ.